ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മൾ ഇന്ന് ഒരു ട്രെയിൻ യാത്രയുടെ വ്ളോഗാണ് കേട്ടോ. ഇപ്പം നമ്മൾ സൂറത്തിലാണ്. നമ്മൾ കുറച്ച് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും കാണുന്നവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, അപ്പം അതിൻ്റെ പർച്ചേസിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ 2 ദിവസമായി നമ്മൾ സൂറത്ത് വന്നിട്ട് ഇവിടെ അത്യാവശ്യം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരെ അഹമ്മദാബാദ് പോവാണ് ട്രെയിനിന്. അപ്പോൾ ഞാൻ എക്സൈറ്റഡാ. 5 മണിക്കൂറോ 4 മണിക്കൂറോ എന്തോ ഉണ്ട്. ഇപ്പം 3:55 നമുക്ക് ഇവിടെ നിന്ന് ഞാൻ 4:15 ഊബർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 5 മണിക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് ട്രെയിൻ പോയിട്ടുള്ളത് കോഴിക്കോടേക്കാണ്. അതല്ലാതെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ നോർത്തിലെ ട്രെയിനൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. നമ്മൾ പക്ഷേ AC ആട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ നല്ല നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഞങ്ങളുടെ ട്രെയിൻ അപാരതയാണ്. നോക്കാം ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ കിടന്ന് അതേപോലെ തന്നെയാണ് എണീറ്റ് പോണത്. ഡ്രസ്സ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, മുടി പോലും അഴിച്ചിട്ടില്ല. നോക്കാം എടുക്കണം. കൊള്ളാടാ. അവിടെ ചെന്ന് നമ്മൾ ഊരത്തില്ലേ. അപ്പോ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിരുന്നതാണ്. ആൾക്കാരൊക്കെ ഞെട്ടിക്കുന്ന രാവിലെ നമ്മളിവിടെ ജിഞ്ചേർന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഹോട്ടലിൽ വന്നിട്ടുള്ള കേട്ടോ. ഹോട്ടലിൽ ഇങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മോദമിട്ട വെള്ളം, അജ്വാൻ വാട്ടർ. അപ്പം ഞാൻ അതൊരു ഗ്ലാസ് മേടിച്ചു കൊണ്ട് വെച്ച് ഡൈജഷൻ നല്ലതാണല്ലോ എന്ന് ഓർത്ത്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ലിപ് ബാം മാത്രം. ഇന്നലെയാണ് ഞാൻ ഇവിടുന്ന് കുളിച്ചെന്നേ. സാധാരണ ഞാൻ ഇവിടെ നിന്ന് കുളിക്കാറില്ല. വെളിയിൽ എവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കുളിക്കാറില്ല. അല്ലേ കുളിക്കാറില്ല. ഇത് എന്തിനായിരുന്നോ എന്തോ. ഇന്നലെയാണെങ്കിൽ എനിക്ക് സ്കാൽപ്പൊക്കെ പൊള്ളണമായിരുന്നു ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ട്. ഇനി മേല ഞാൻ കുളിക്കത്തില്ല. അങ്ങനെയല്ല, ഇങ്ങനത്തെ ഹോട്ടലിലെ വെള്ളത്തിൽ കുളിക്കത്തില്ല. ഇതിങ്ങനെ വന്നിരുന്ന് ജോലി എടുക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഹോട്ടലാണ്. ബിസിനസ് ഹോട്ടലില്ലേ. ഓ, ഇവിടെ കോഫി മേക്കറാണോ അത്? കോഫി ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പോൾ? നമ്മുടെ ഊബർകാരൻ അനങ്ങണില്ല. പുള്ളി പോലെ ചോടിക്കിടന്ന് ഉറങ്ങണേന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോയപ്പോൾ നമ്മൾ വേറെ ആളെ ബുക്ക് ചെയ്തു. ഇവിടെ ഉണ്ടല്ലോ 19 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. തണുത്തിട്ട് വയ്യ. ഇവിടെ പകലും വലിയ തണുപ്പില്ല കേട്ടോ. പിന്നെ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. പകലും അത്ര ചൂടില്ല. അതാണ് ഉദ്ദേശിച്ചത്. അത്ര ചൂടില്ല. വണ്ടി വരുമോ? 2 മിനിറ്റ് വരുമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ 19 ഡിഗ്രി, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് വെച്ചാൽ നമ്മളവിടെ ചോദിക്കാൻ രസമുണ്ട്. രാവിലെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു തണുത്ത കാറ്റല്ലേ. ഒരു നമ്മള് വണ്ടിയിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ കുറച്ചിങ്ങനെ ക്ലീൻ സിറ്റിയാ. കുറച്ചല്ല, ഇന്ത്യസ് ക്ലീൻ സിറ്റി ഈസ് സൂററ്റ്. ഇവിടെ രാവിലെ തൂപ്പൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ. മറ്റേ നമ്മൾ നേരത്തെ എന്നിടത്ത് തൂക്കും, റോഡ് തൂപ്പൊക്കെ ചെയ്യുമായിരുന്നു നേരത്തെ സൂററ്റിൽ തന്നെ. റോഡ് രാവിലെ വേറെ നമ്മളവിടെ നമ്മൾ കാണത്തില്ലല്ലോ. ചൂലൊക്കെ വെച്ച് കുറെ ആൾക്കാർ വൃത്തിയാക്കി. ക്ലീൻ സിറ്റി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ എയർപോർട്ടിന് അവിടെ എഴുതിയിട്ടുണ്ട് ക്ലീൻ സിറ്റി ഓഫ് ഇന്ത്യ. ഇതുണ്ട്. ഇതെല്ലാം ഹോട്ടൽസിന്റെ ഏരിയ. ഇത് 4 സീസൺ. ഇത് കുറച്ചിങ്ങനെ ലക്ഷറി ഹോട്ടൽസിന്റെ ഏരിയ നിറച്ച് എന്താ എനിക്ക് കണ്ടിട്ട് സ്വപ്നക്കോട് സിനിമയിലെ പോലെ അങ്ങനത്തെ പോലത്തെ സ്ഥലമില്ലേ. 2 സൈഡിലും മരങ്ങളും നടുക്ക് ഫുള്ള് പൂക്കള് കിട്ടും. ശരിയാണെന്ന് അറിയത്തില്ല. അതേപോലെ ഉണ്ട്. നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ അമ്മ ഭയങ്കര തിരക്കിട്ട. ഞാൻ ഇത്രയും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇതുവരെ വന്നിട്ടു. സൂററ്റ് റെയിൽവേ സ്റ്റേഷനിൽ എന്തോ മെയിൻ്റനൻസ് നടക്കുമെന്നൊക്കെയാണ് ഡ്രൈവർ പറഞ്ഞ ഇൻഫർമേഷൻ. മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അതുകൊണ്ട് എല്ലാവരും കൂടി ഇവിടെ കുറച്ചും തിരക്ക് നടക്കാൻ സ്ഥലം. ഞാൻ അതുകൊണ്ട് ഫോണൊക്കെ ആക്കിയിട്ട് ഞാൻ ആരെങ്കിലും ഫോണൊക്കെ പിടിച്ചോണ്ട് പോയാലോ. പിന്നെ ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവിടെ
ആരോട് ചോദിക്കേണ്ടതെന്ന് അല്ല അറിയില്ല. പ്ലാറ്റ്ഫോം 1 പൊസിഷൻ നോക്കും. പ്ലാറ്റ്ഫോം വണ്ണാ, പക്ഷെ പൊസിഷൻ എത്രയാന്നുള്ളത് നിറച്ച ആൾക്കാരാ. ഞാൻ മാസ്ക് എടുത്ത് വെച്ച് ഇവിടെ ഭയങ്കര തണുപ്പ് ഇപ്പം ഉണ്ടല്ലോ. ഇപ്പം ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ഒരു പെൺകുട്ടി ചന്ദനം തൊട്ടുവാ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ആളുകൾ ചന്ദനം തൊടുവന്ന്. അപ്പം ഞാൻ ഇവിടെ ഇവിടെയുള്ള ആളുകൾ ചന്ദനം തൊടുക. കൊച്ചു പെട്ടെന്ന് തിരിഞ്ഞ് ഒലേനെയാണോ? അയ്യോ, അവരെ കണ്ടോണ്ട് നമ്മുടെ പൊസിഷൻ നമുക്ക് മനസ്സിലായി. നമ്മളിവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കായിരുന്നു. തൃശ്ശൂരാ. ഇവിടെ എഴുതി വരും C3 ഇങ്ങനെ നമ്പറുകൾ. നമ്മളത് C3 എന്നുള്ളത് എഴുതി വന്നു. കാണിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. C3 എന്ന് എഴുതി വന്നിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ സൈഡിൽ നല്ല തിരക്കാണ്. ഇവിടെ അത്രയും പിന്നെ തിരക്കില്ല. വേറെ സ്ഥലത്ത് നിന്ന് മലയാളികളെ കാണുമ്പോൾ ഭയങ്കര നാട്ടിൽ വെച്ച് എല്ലാരെയും കുറ്റം പറഞ്ഞാലോ. ഇവിടെ വരുമ്പോഴേക്കും അത് ഭയങ്കര ആശ്വാസമാണ്. തണുപ്പുണ്ട്. ഇത് C3 അല്ലേ? നമ്മൾ 50-51 നമ്മൾ കയറി ഇതിനകത്ത്. അല്ല അതിന്റെ കൂടെ കയറിയാ മതി. പിന്നെ ഇവിടെ കറങ്ങി പോണ എന്തോ ക്യൂ ഇരിക്കാൻ നമ്മളടുത്ത്. ബാഗ് മേടി വെച്ചോ? 50-51. ഈ 2 സീറ്റാണ് കേട്ടോ. ഇങ്ങനെ സൈഡിലുള്ള സീറ്റ്. അതുകൊണ്ട് വേറെ ആരും അന്നക്കുട്ടി എന്ന് കല്യാണം കഴിച്ചു വന്ന അന്നക്കുട്ടിയുടെ വിൻഡോ സീറ്റ് കട്ടി. ഇതാവുമ്പോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. വെളിയില് ഇരുട്ടല്ലേ? കുറച്ച് കഴിയുമ്പോ ലൈറ്റ് ആവുമല്ലോ. 10 മണി കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. കുഴപ്പമില്ലല്ലേ? അത്യാവശ്യം സോറി, ആസ്വദിച്ചിരിക്കണേണ്. ഇത്ര നേരം ടെൻഷൻ അടിച്ചോ? അത് ഞാൻ പശു മേടിച്ചു കൊണ്ടുപോകാനായിട്ട് ഓണൊക്കെ എടുത്ത് വല്ലതും തട്ടിപ്പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ I don't wanna tie you up now. I don't wanna do the thing. I don't wanna have you, baby. I just wanna have a fling. I wanna go down, stay, kissing your feet and you make me. നേരെ വെളുക്കയോ അടിപൊളി സൺറൈസ്. സൺറൈസ് കാണാൻ സോ ബ്യൂട്ടിഫുൾ. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ സൺറൈസ് കാണുന്നത്. സമയം 8 മണി കഴിഞ്ഞിട്ടോ. ഇവിടെ ഒരു നേരം വെളുത്തപ്പോഴാണ് ഈ ക്ലാസ് ഇത്ര അലമ്പായിരുന്നു. നിറച്ച് പണിയെടുത്തിരിക്കുക. ഈ സ്റ്റോപ്പിലെ കുറേ ഇങ്ങനെ ആൾക്കാർ കയറുന്നുണ്ടോ. വടാപ്പാവ്, പിന്നെ എന്താണ് സാൻഡ്വിച്ച്, ദാൽ വട, അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് കയറണം. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്. പക്ഷെ അറിഞ്ഞൂടെ ഇവിടുത്തെ ഫുഡ് നല്ലതാണോ. ഇഡ്ഡലി, പോഹ. നാസ്ത ഇഡ്ഡലിയോ എന്ന് പറഞ്ഞത് നമ്മള് ഹൈ അഹമ്മദാബാദ് എത്തി. ഒരു കൈ തരുമോ?
क्या भैया? ये समोसा समोसा मसाले वाला। ये जल चाहते हैं और दाल लोग आ गया रेस्टोरेंट पे ഇവിടെ എന്ത് आप ही क्या आएंगे मेरे अरे ये कौन सा रेस्टोरेंट है सर अपन यहाँ कहीं पे कोई भी स्टेट में जाओ आप फेस टू फेस देख के लो सर आप आपकी मर्जी बरोबर है आप भाई हो पर मेरा है कि फेस टू फेस अच्छा रहता है നമ്മൾ അടിച്ചു പിടിക്കാൻ വന്നതെന്നാണ് പർച്ചേസ് ചെയ്യാനല്ലോ അതിൻ്റെ അടുത്തുള്ള ഹോട്ടൽ അത് ഭയങ്കര റെഗുലർ ഹോട്ടലാണ്. പാവമുണ്ട് ആ ചേട്ടനെ എടുത്തുകൊണ്ട് ഞങ്ങളിവിടെ സ്ഥലം കാണാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പർച്ചേസിനായിട്ട് വന്നിട്ട് പാടാം. നോക്കട്ടെ, പുള്ളിക്കാരൻ സമ്മതിക്കല്ല. ഇതിന് പുള്ളിക്കാരൻ പറയുന്നൊന്നും എന്നെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിൽ ജഗതി എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതേ ബോൺവിറ്റിയൊക്കെ കണ്ട കലക്കൊന്നും എടുക്കട്ടെ മോളെ. നോക്കട്ടെ, ഹൈദരാബാദ് അല്ല, അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഹൈദരാബാദ് എനിക്ക് എപ്പോഴും മാറും. അഹമ്മദാബാദ് പോണിട്ട് എങ്ങനെയുണ്ട്? മണത്ത് ഞാൻ കണ്ടുപിടിക്കും. മിക്കവാറും കൊള്ളൂല. കുറച്ച് സമയം എടുത്താ വന്നത്. മറ്റേ സിനിമയ്ക്കകത്ത് സർബത്ത് കളിക്കുന്നവരെയാണ്. ഞാനൊരു സാധാ ചായ, ഈ നോർത്ത് ഇന്ത്യയിലെ ചായ ഭയങ്കര രസമാണ്. ജിഞ്ചർ അദ്രക് ചായ, ജിഞ്ചറൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് നല്ല രസമാണ്. പിന്നെ നമ്മുടെ പാലെല്ലാം തോന്നുന്നു ഉപയോഗിക്കണം അല്ലേ? എനിക്ക് തോന്നുന്നു ഇവര് ചിലപ്പോൾ കഴുത പാലായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അൽക്കാന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഈ ഹോട്ടൽ പൊട്ട ഹോട്ടലാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇവർ പറയാ ഇവിടെ മട്ടനും ചിക്കനൊക്കെ കഴിക്കുന്ന സ്ഥലം, അതുകൊണ്ട് കൊള്ളത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്. അവര് പറഞ്ഞത് ഞാൻ പറയായിരുന്നു. ഇവിടെ ഈ സ്ഥലം മൊത്തം എല്ലാവരും മട്ടൻ ചിക്കൻ എന്നാ പറയണേ. അയ്യോ അടഞ്ഞ ഇവിടെ ഇതിനകത്ത് എങ്ങനെ നിൽക്കും? 2-3 പേർക്ക് ഒരു ആംഗുലർ. അപ്പൊ ഇതിന് വേണ്ടിട്ട് ഇവര് ഈ ഷേപ്പിലാക്കി എടുത്തോ? പിന്നീട് വെച്ചതായിരിക്കും. ഉള്ള സ്പേസിൽ അഡ്ജസ്റ്റ് വെച്ച് ആദ്യമുള്ള ലിഫ്റ്റ് ആയിരിക്കില്ല, പഴയ ബിൽഡിംഗ് എന്ന് തോന്നുന്നു. പക്ഷെ ഹോട്ടല് കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ റിവ്യൂസും വേറെ കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ എക്സ്ട്രാ 35 രൂപയുള്ള ഇങ്ങോട്ട്. ഇത് മട്ടൻ വിൽക്കണ സ്ഥലം ആയതുകൊണ്ട് അവര് 100 രൂപയ്ക്കാണ്. എന്തായാലും ഇവിടെ എന്തൊരു പക്ഷേ നമ്മുടെ കേരളം അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആരും വേർതിരിച്ചൊന്നും കാണില്ല. അത് ഒരാളല്ല, കുറെ പേര് എല്ലാരും പറഞ്ഞ ഇത് സമ്മതിക്കില്ല, പറയത്തില്ല. ഹോട്ടൽ കുട്ടി ഹോട്ടലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള ഹോട്ടലൊക്കെ അത്യാവശ്യം വില കുറവാണ്. 2000 രൂപയ്ക്ക് നമുക്ക് നല്ല നല്ല ഹോട്ടൽ കിട്ടും. 2000 സംതിങ്ങിന്. പിന്നെ ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പോകാനുള്ള മാർക്കറ്റൊക്കെ ഇതിനടുത്താണ്. മട്ടൻ വാലകളുടെ ഹോട്ടൽ. റിസപ്ഷന് ചോദിക്കാറുണ്ട് എന്താണ്. അയ്യോ, ഇന്നലത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് മറന്നു കേട്ടോ. ഇന്നലെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കുട്ടി ട്രെയിൻ യാത്ര അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡേ എന്റെ ഡ്രസ്സൊക്കെ മാറിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിപ്പോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഹമ്മദാബാദിലുള്ള ഒരു സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഓട്ടോ പിക്ക് ചെയ്യണില്ല. ഈ വിശേഷം കൂടി ഇതിനകത്ത് പറഞ്ഞേക്കാട്ടോ. ഇവിടെ നമ്മുടെ നാട് പോലെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് നാട്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് നോൺ വെജ് കഴിക്കണ സ്ഥലമാണ്. ആ സ്ഥലത്തോട്ട് ഇവിടെ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ഇവിടെ അടുത്ത ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല. അത് അങ്ങോട്ട് വരില്ല, ഇവരിങ്ങോട്ട് വരില്ല, ഓട്ടോ പിക്ക് ചെയ്യില്ല. ഇവിടെ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ ഈ വന്നിരിക്കുന്ന പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണവരുണ്ടെങ്കിൽ പറയട്ടോ അങ്ങനെ ഉണ്ടോന്ന്. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നല്ലാണ്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാ.
സാഡല്ലേ. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങള് വണ്ടി കിട്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഓട്ടോക്കാർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തെങ്കിലാണ് അവരവിടെ കൊണ്ടാക്കുള്ളൂ. അപ്പൊ അതാണ് വിശേഷം. നമ്മളിപ്പോ കുറെയൊക്കെ ഷോപ്പ് ചെയ്തു. നിങ്ങള് നമ്മുടെ ക്ലോത്തിങ് പേജ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സിംപ്ലി ഉണ്ടി ക്ലോത്തിങ്. ഇത്തവണ ഞാൻ കുറച്ച് അധികം വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ കുറെ പേര് പറഞ്ഞ നിങ്ങളുടെ സജഷൻസിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമുക്കൊരു കുട്ടി ചാനൽ ഉണ്ടാക്കി. അതിനകത്ത് ആളുകളോട് ഞാൻ സജഷൻ ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുക്കണേ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിലൂടെ ഊബറൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ. പിന്നെ നമ്മൾ നോർമൽ ഓട്ടോക്കാരുടെ ഡബിൾ ചാർജ് അവർ പറയണം. ഹിന്ദി എത്ര പേശാൻ അറിയാത്തോണ്ട് ഹിന്ദി അറിയില്ലാത്തോണ്ട് ഭയങ്കര പാടാണ്. പിന്നെ നിങ്ങള് എന്താ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് പല പല എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ട്രാവൽ ചെയ്യണം കേട്ടോ. അബ്രോഡൊക്കെ പോണേക്കാട്ടിലും മുമ്പ് അത് അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.